താങ്ക് യു സർ, താങ്ക് യു സർ. ഇതില്ലാതെ എനിക്ക് മറ്റൊരു മാർഗവും തോന്നിയില്ലായിരുന്നു. ഓ, ഉറപ്പായും സർ, ഉറപ്പായും. സാറിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവണം. ആ ഉണ്ട് സർ, ഞാൻ കൊടുക്കാം. MLA ജോർജ് മാത്യു സാർ അനുശ്രീയോട് സംസാരിക്കണമെന്നും. അച്ഛാ, ലൗഡ് സ്പീക്കറിലിട്. ഹലോ സർ. ആ മോളെ, എന്തുണ്ട്? ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ മോൾക്ക് അഭിമാനിക്കാം. എന്തായാലും മോള് ധൈര്യമായിട്ടിരിക്കെ. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നേ. ഇനി ആരും മോളെ ചോദ്യങ്ങൾ ചോദിച്ച് ശല്യപ്പെടുത്തില്ല. അതിനു വേണ്ട മരുന്ന് അച്ഛൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ സർ, താങ്ക് യു. ആ, സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഒരു മീറ്റിങ്ങിന് അച്ഛനെയും വിളിച്ചിട്ടുണ്ട്. മോളും വരണം കേട്ടോ. വരാം സർ, വരാം. ആ, ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ബാലേട്ട, ആ കൈങ്ങന്നേ. അച്ഛന് നാണം വന്നു. അപ്പച്ചി, ഇപ്പൊ തോന്നുന്നു രാവിലെ അവര് കളിയാക്കിയത് നന്നായിന്ന് അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മോളെ, നിനക്കിപ്പോ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കിട്ടിയല്ലോ അല്ലേ? കിട്ടിയച്ച. അപ്പൊ ഇനി ഒരു പ്രധാന കാര്യം പറയാം. 2 ദിവസത്തിനുള്ളിൽ കോടതിയിൽ നിന്ന് പേപ്പർ വരും. അലോകിന്റെ കേസ് വിചാരണ തുടങ്ങും. അവിടെ ധൈര്യത്തോടെ നിൽക്കണം. കൃത്യമായി കാര്യങ്ങൾ പറയണം. അച്ഛന്റെ ഈ സപ്പോർട്ടില് എന്റെ എല്ലാ പേടിയും മാറിയച്ച. അലോകിനെതിരെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറയും. അവന് ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യും. മിടുക്കി. സ്ത്രീകളെ ദ്രോഹിക്കുന്ന എല്ലാവർക്കുള്ളൊരു പാഠമായിരിക്കണം ഈ കേസിന്റെ വിധി. അമ്മേ, ഇപ്പൊ തോന്നുന്നു ദേവമംഗലത്ത് നിന്ന് ഇറങ്ങി ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നെന്ന്. എന്താടാ നീ അങ്ങനെ പറയുന്നേ? അല്ല, ഓരോന്ന് ആലോചിച്ചപ്പോ എനിക്കങ്ങനെ തോന്നി. നീയും സുകന്യ വന്നത് ഇവിടെ ബാധ്യതയായെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവും. അയ്യോ അമ്മേ, അമ്മേ, ഏട്ടന്മാരങ്ങനെ ചിന്തിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോ അവരുടെ കയ്യിലൊരു ആയുധമാവുകയാണ് അമ്മേ. ദേവമംഗലത്തിനെതിരെയുള്ള യുദ്ധത്തിന് എന്നെയാ മുന്നിൽ നിർത്താൻ പോകുന്നത്. അച്ചുവേട്ടനത് തുറന്ന് പറയുകയും ചെയ്തല്ലോ. ദേവമംഗലം കാലിൽ നിന്ന് ഞാൻ അകന്നുപോയി എന്നുള്ളത് നേരാ. എനിക്ക് പറയാനുള്ള ഇനിയും ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും. പക്ഷേ ഇങ്ങനൊരു നെറുകേടിന് കൂട്ടി നിൽക്കാൻ വയ്യ അമ്മേ. അമ്മേ, അമ്മ പറ. നീ പറയുന്നത് 100% നേരെ. പക്ഷെ മോനെ, നിനക്കൊരു ജീവിതമാർഗമൊക്കെ വേണ്ടേ? ചേട്ടന്മാരായിട്ടൊരു കട തുടങ്ങാന്നും പറയുമ്പോ അതിനെ എതിർക്കണ്ടെന്ന് തന്നെയാ അമ്മ പറയുന്നേ. ആദ്യം എന്താ ഏതാന്നൊക്കെ അറിയട്ടെ. നാളെ കടയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ആരോ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അവര് വരട്ടെ. അമ്മ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാവട്ടെ. അമ്മേ, പിന്നൊരു കാര്യം. എന്താ മോനെ? അലോകിന്റെ കേസ് ഉടൻ ഭാഗത്തിനെടുക്കുമല്ലോ. അമ്മ എന്താ ആഗ്രഹിക്കുന്നേ? അവനെ ശിക്ഷിക്കണമെന്നോ അതോ വെറുതെ വിടണമെന്നോ? വെറുതെ വിടണം. അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? എന്റെ ചെറുമോനല്ലേടാ. അവനൊരു ശിക്ഷ കിട്ടണോ അമ്മേ? അനുശ്രീയുടെ ജീവിതം തകർക്കാൻ നോക്കിയാ അവൻ ശിക്ഷിക്കപ്പെടണം. എന്നാലും ഇതെങ്ങനെയാ? ഹലോ, ആത്മകഥ മ്യൂട്ടിലല്ല, സ്പീക്കറില.
മീനു, എന്നാലും മിസ്റ്റർ ബാലിന് ഈ ടെക്നിക്കൽ നോളജ് എങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞ ഷാമ്പു തന്നെ വാങ്ങിയില്ലേ? അതെ, ഇനി സ്ഥിരം ഇത് തന്നെ മതി. ഒരാഴ്ച കഴിയുമ്പോ ഞാൻ ഈ ഷാമ്പു മാറ്റും. മീനു, നിനക്ക് ഈ സ്മെല്ലാ നല്ലത്. ശരി, അതവിടെ നിക്കട്ടെ. അല്ല, എന്തോ ഒരു ടെക്നിക്കൽ നോളജിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താ? അതോ, ആ, അച്ഛൻ എങ്ങനെ ഈ ലൈവ് ചെയ്തു? അച്ഛനൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഇല്ലല്ലോ. ആ, അച്ഛനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും. ഓ, ആ, പക്ഷെ അങ്ങനെ അച്ഛനെ ഇപ്പൊ സഹായിക്കാൻ ആരാ? ആ രാമേട്ടനായിരിക്കും. അങ്ങേർക്ക് ഈ സോഷ്യൽ മീഡിയയെ പറ്റി ഒരു ചുക്കും മത്തങ്ങ അറിയത്തില്ല. പിന്നെ ആരാ? ആഹാ, ആ. അമ്മയ്ക്ക് ഇതേപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. ഇനി ചിലപ്പോ ഏട്ടത്തിയായിരിക്കോ? ഏട്ടത്തിയല്ല, ലൈവിന്റെ കാര്യം ഏട്ടത്തി അറിയുന്നതിനെ കടയിൽ വെച്ചല്ലേ. ആ, പിന്നെ അതാരാ? ഇനി നമ്മുടെ മിത്ര ആയിരിക്കോ? മിത്ര ആണോ? ഈ ലോകത്തുള്ള എല്ലാവരുടെയും പേരും പറഞ്ഞു, അപ്പോഴും എന്റെ പേര് പറയരുത്. മീനു, നീയാണോ? അങ്ങനെ വരട്ടെ. അപ്പൊ നിന്റെ ബ്രെയിൻ ആയിരുന്നു അതിന്റെ പിന്നിലല്ലേ? ബ്രെയിൻ എന്റെ അല്ല. സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു. ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ലോഗിൻ ചെയ്യുന്നത്, ക്യാമറ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. സാധാരണ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങുമ്പോ എല്ലാവരും ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നതല്ലേ. ഞാനും അങ്ങനെയാ വിചാരിച്ചേ. എന്റെ പൊന്നു മീനു, ആ ലൈവ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ എത്ര ഫ്രണ്ട്സ് വിളിച്ചെന്നറിയോ? ആമാരാണെങ്കിൽ എന്നെ തെറിയോട് തെറി. തെറിയോ? എന്തിന്? അല്ല, ഈ കോമഡി സ്റ്റോർ ബാലിനെ കുറിച്ച് ഞാൻ അവന്മാർക്ക് കൊടുത്തൊരു പിക്ചർ ഉണ്ടായിരുന്നു. എന്റെ എത്ര ഫ്രണ്ട്സ് വിളിച്ചെന്നറിയോ? ആമാരാണെങ്കിൽ എന്നെ തെറിയോട് തെറി. തെറിയോ? എന്തിന്? അല്ല, ഈ കോമഡി സ്റ്റോർ ബാലിനെ കുറിച്ച് ഞാൻ അവന്മാർക്ക് കൊടുത്തൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഒരു പിന്തിരിപ്പൻ മൂരാച്ചി. അച്ഛൻ ആ ലൈവ് ഇട്ടതോടെ അതൊക്കെ പൊളിഞ്ഞു. സംഗതി കയറി വൈറലായില്ലേ? എന്റെ അച്ഛനെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവനും കള്ളമാണെന്നാ ഇപ്പൊ അവന്മാര് പറയുന്നത്. അച്ഛന്റെ വില മനസ്സിലാക്കാതെ ആകാശ് ഇങ്ങനെ നാട്ടുകാരോട് മുഴുവൻ അച്ഛന്റെ കുറ്റവും പറഞ്ഞുകൊണ്ട് നടന്നു. എല്ലാരോടൊന്നും പറഞ്ഞില്ലല്ലോ, വളരെ അടുത്ത ഫ്രണ്ട്സിനോട് മാത്രം. ആകാശിന് ഇപ്പോഴും നമ്മുടെ അച്ഛനെ മനസ്സിലായിട്ടില്ല, അച്ഛന്റെ സ്നേഹവും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ആരോട് പറയാനാ? അതെ, അനുവിന് നിങ്ങൾ 3 ഏട്ടന്മാരുണ്ട്, ഞങ്ങൾ 3 ഏട്ടത്തിമാരും ഉണ്ട്. നമ്മളൊക്കെ ലോകം കണ്ടവരും പുതിയ കാഴ്ചപ്പാടുള്ളവരും ഒക്കെ ആണല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ധാരണ. എന്നിട്ട് നമ്മളിൽ ആർക്കെങ്കിലും അച്ഛൻ ചിന്തിച്ച പോലെ അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈവ് ഇടണമെന്ന് തോന്നിയോ? അല്ല, അത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ആലോചിച്ചതാ. കൊള്ളം പറയല്ലേ കേട്ടോ. സോഷ്യൽ മീഡിയ എന്താണെന്ന് പോലും അച്ഛൻ അറിയില്ല, അക്കൗണ്ടും ഇല്ല. എന്നിട്ട് പോലും സ്വന്തം മകളെ സപ്പോർട്ട് ചെയ്യാൻ ആ മനുഷ്യൻ നടത്തിയ ഒരു ശ്രമമുണ്ട്. ആകാശ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അച്ഛന് വലിയ വിദ്യാഭ്യാസം ഇല്ല. അച്ഛന്റെ ലോകം എന്ന് പറഞ്ഞാല് ആ പലചരക്ക് കടയാ. ആ ലോകത്ത് ഒതുങ്ങി നിന്ന് ചിന്തിക്കുന്ന അച്ഛനാണ് ഇന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നമ്മളെയൊക്കെ ഞെട്ടിച്ചത്. അപ്പൊ അച്ഛന്റെ ഗ്രേറ്റ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛൻ ഭയങ്കര സംഭവമൊക്കെ തന്നെയാ, അല്ലാതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആഹാ, നിന്ന നിപ്പിലങ്ങ് ട്രാക്ക് മാറ്റിയല്ലോ. ട്രാക്ക് മാറ്റിയൊന്നുമല്ല, എന്റെ അച്ഛൻ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ ചില സമയത്ത് അങ്ങേര് വെറും കോമഡി സ്റ്റോർ ബാലനാവും. അപ്പനാ ഞങ്ങൾ തമ്മിൽ കലിപ്പാവുന്നത്. നമ്മുടെ കല്യാണത്തിന് അച്ഛൻ ഇങ്ങനെ ലൈവ് എങ്ങാനിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സീൻ? ഓ എന്റെ അമ്മോ, എന്നാ വൻ പണിയായനെ. തലേണ മന്ത്രമാണെന്ന് വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട. ഇതാണ് നിന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് പാതി വഴി ഇട്ടിട്ട് അങ്ങ് പോവും.
നീ എന്താ പറയാൻ വന്നേ? പറഞ്ഞേ, പറ പറ പറ. ആ, വേണ്ട. എന്നാ പറയണ്ട. ഓ. അവള് തോർത്തു. ഇതെന്താ വരാത്ത? മീനു, നീ അത് പറയുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞില്ലേ? എന്റെ മീനു, എനിക്കത് അറിയാണ്ട് ഉറങ്ങാൻ പറ്റില്ല. പ്ലീസ്, എന്താന്ന് വെച്ചൊന്ന് പറ. ആ, അത് പറഞ്ഞോ. ആലി വേണ്ട. അത് ചിലപ്പോ ഒരു തലേണ മന്ത്രത്തിന്റെ ലെവലായിപ്പോ. വേണ്ട. ഉഫ്. എന്റെ പൊന്നു മീനു, നീ ആരെപ്പറ്റി ഒരു നുണയും പറയത്തില്ലെന്ന് എനിക്ക് അറിയാലോ. എന്നാലും വേണ്ട. എടീ, എന്താന്നൊന്ന് പറ. അത് പറഞ്ഞില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലേ? പറ്റില്ല. എടീ, നീ ഇങ്ങ് വന്നേ. ഞാനൊന്നും വരില്ല. മാടി. ഓ. എന്താ? അതെ, ചിലര് നമുക്ക് ഫോണിൽ മെസ്സേജ് അയക്കും. നമ്മളത് കാണുന്നതിന് മുമ്പ് അവര് ഡിലീറ്റ് ചെയ്യും. അല്ല, അവര് എന്ത് മെസ്സേജാണ് അയച്ചതെന്ന് ഓർത്ത് നമ്മുടെ സമാധാനം അങ്ങ് പോവും. അതേ പണിയാ നീ ഇപ്പൊ ചെയ്തത്. അതെ, നീ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് കിടന്നാ മതി. നമ്മുടെ അമ്മ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്. അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആനന്ദേട്ടനാണെന്ന്. അച്ഛന്റെ നിഴല്. അങ്ങനെയാ അമ്മ ആനന്ദേട്ടനെ കളിയാക്കുന്ന. അത് സത്യമല്ലേ? സത്യ. ആനന്ദേട്ടന് അച്ഛനെ വലിയ ഇഷ്ടാ. പക്ഷേ ആനന്ദേട്ടനെക്കാളും അച്ഛനെ സ്നേഹിക്കുന്ന വേറൊരാളുണ്ട്. അത് പാവം മാമനായിരിക്കും. ഇവിടെ നിന്ന് പോയെങ്കിലും മാമൻ അച്ഛനോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. പക്ഷേ അവരൊന്നുമല്ല. അവരെക്കാളൊക്കെ അച്ഛൻ സ്നേഹിക്കുന്ന വേറൊരാളുണ്ട്. അത് വേറെ ആരുമല്ല, എന്റെ ആകാശ. ആകാശ് ഒരിക്കലും അത് പ്രകടിപ്പിക്കില്ല. അച്ഛനും അങ്ങനെ തന്നെയാ. മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാന്ന് ചോദിച്ചാ അച്ഛൻ മനസ്സിൽ പറയുന്നത് ആകാശിന്റെ പേര് തന്നെ ആയിരിക്കും. മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാന്ന് ചോദിച്ചാ അച്ഛൻ മനസ്സിൽ പറയുന്നത് ആകാശിന്റെ പേര് തന്നെ ആയിരിക്കും. മീനു, ഞങ്ങൾ മക്കളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാ അച്ഛൻ എന്റെ പേര് പറയൂ? അത് നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണോന്ന്? എനിക്കറിയില്ല. സ്വന്തം അച്ഛനല്ലേ, നേരിട്ട് ചെന്ന് ചോദിക്കും. എന്റെ പട്ടി ചോദിക്കും. തിങ്കളാഴ്ച അവന്റെ കേസ് കോടതി തുടങ്ങുക. അവൻ അറിയാതെ ചെയ്തു പോയതായില്ല. എന്റെ ദേവി അവന് മാപ്പ് കൊടുക്കും, തീർച്ച. ദേവി അവനെ കൈവിട്ട ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ല. നീ ഇങ്ങനെ കരയില്ലേ രാജശ്രീ? നേരെ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ ഏട്ടത്തി? കരയില്ലേ രാജശ്രീ? കണ്ണടച്ച ജയിൽ മുറിയില് കമ്പിഴിക്കുള്ളില് അവൻ കരഞ്ഞു തളർന്നിരിക്കുന്നതാ തെളിയുന്നത്. സമാധാനിക്ക്. കോടതിയിലെല്ലാം നമുക്ക് അനുകൂലമായിട്ടേ വരൂ. വിധിയൊന്ന് വന്നോട്ടെ. എന്നിട്ട് ഞാൻ ദേവമംഗലത്തേക്കൊന്ന് ചെല്ലുന്നുണ്ട്. ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുണ്ട്. അത് വലിയ
എവിടെയാടി നിന്റെ അമ്മ? നിന്റെ അമ്മയൊക്കെ അവിടെ, ആ ദേവമംഗലത്ത്. ആ ഗോമതിയാ നിന്റെ അമ്മ. കൃഷ്ണമംഗലത്തെ ഇപ്പൊ നിനക്ക് ആരുമില്ല. കല്യാണത്തലേന്ന് കാമുകനോടൊപ്പം നീ ഇറങ്ങിപ്പോയതോടെയാ എന്റെ അലോകിന്റെ കല്യാണം മുടങ്ങിയത്. അവനെ ജീവപര്യന്തം ജയിലിൽ തന്നെ ഇടണേന്ന് പ്രാർത്ഥിക്കാനായിരിക്കും നീ വന്നത്, അല്ലടി? ഇല്ലടി, ദുഷ്ടന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. കോടതി അലോകിനെ വെറുതെ വിടും. ഇളയമ്മ എന്തൊക്കെയായി പറയുന്നേ? ഇളയമ്മയോ? എടി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൃഷ്ണമംഗലത്തെ ആരെ ഇനി നീ മുറ പറഞ്ഞു വിളിക്കണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചു. രാജശ്രീ, നമുക്ക് പോവാം. എന്താ ഇവളെ പറഞ്ഞപ്പോ ഏട്ടത്തിക്ക് നോവുന്നുണ്ടോ? ഏട്ടത്തി, ഇവൾ ഇറങ്ങിപ്പോയ ദിവസം മനസ്സുകൊണ്ട് നമ്മൾ ഇവളെ മരിച്ചതായി സങ്കല്പിച്ചതല്ലേ? ഞാനാണെങ്കി ഉള്ളുകൊണ്ട് ബലികർമ്മങ്ങൾ നടത്തി. ഹലോ ഹലോ, എന്താടി? ആ വായില് ലൈസൻസ് ഇല്ലാത്ത നാവുണ്ടെന്ന് കരുതി തോന്നിയതൊക്കെ പറഞ്ഞാലേ പല്ലിനായിരിക്കും പ്രശ്നം വരുന്നത്. ഓ, അപ്പോ നീ എന്റെ പല്ലടിച്ച് താഴെ ഇടൂന്നാണല്ലേ? എന്നാ നീ അതൊന്ന് ചെയ്തു നോക്ക്. രാജശ്രീ, ആന്റി അവരെ വിട്. എന്ത് ചെയ്യുന്നു ഞാനും നോക്കട്ടെ. മിത്രയല്ല മീനാക്ഷി, ഇങ്ങോട്ടൊന്ന് തന്ന പലിശയും കൂട്ടുപലിശയും ചേർത്ത് വന്ന അങ്ങോട്ട് തരും. എന്തു പറഞ്ഞടി? കേട്ടില്ലായിരുന്നോ? മകൻ ജയിലിലായതേ അവന്റെ തന്നെ കയ്യിലിരിപ്പുണ്ടാ. ഇപ്പൊ നിങ്ങൾ മിത്രയോട് കാണിച്ചതും പറഞ്ഞതൊക്കെ അവനോടാവണമായിരുന്നു. ഇതുപോലെ തലതിരിഞ്ഞ മക്കളെ കയറൂരി വിട്ടാലേ നാട്ടുകാര് പിടിച്ച് കെട്ടിയിടും. അതിന് കാണുന്നവരോട് ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല. മീനാക്ഷി, ഒന്ന് നിർത്ത് പ്ലീസ്. എന്റെ നന്ദിതയെടുത്തി ഇവളോടൊക്കെ പ്ലേസ് പറയുന്നത് എന്തിനാ? കള്ളക്കൂട്ടങ്ങളും. നിഴല് പോലെ നിന്ന ധർമ്മനോട് കാണിച്ചത് എന്താണെന്നറിയാലോ? ഒരു കള്ളക്കഥയുണ്ടാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്ന് മിത്ര സ്വർണത്തിന്റെ കഥ പറഞ്ഞതും വെറുതെ ഏട്ടത്തി. ആ വീട്ടിൽ ചെന്ന് കേറിയതോടെ ഇവളും നല്ല ഒന്നാം തരം കള്ളിയായി. ചേച്ചി വേണ്ട, അമ്പലത്തിന്റെ മുന്നിൽ വിടും മിത്രേ. ദൈവങ്ങളും ദുഷ്ടന്മാരെ കൊന്നിട്ടുണ്ട്. അമ്പലോ ഇതിനൊക്കെ നല്ല കൃത്യമായിട്ടുള്ള സ്ഥലം. വേണ്ട ചേച്ചി, ഇളയമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അയ്യോ, അവളുടെ ഒരു ഔദാര്യം. എടി, എന്റെ അലോകിനെ കോടതി വെറുതെ വിട്ടില്ലെങ്കിൽ അന്ന് നീയൊക്കെ അറിയും രാജശ്രീ ആരാണെന്ന്. രാജശ്രീ ആരാണെന്ന് ഇപ്പൊ തന്നെ അറിയാം. പിന്നെ അലോകിനെ കോടതി ശിക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. പുറത്തിറങ്ങിയ നാട്ടുകാർ തല്ലിക്കൊല്ലും. ജയിൽ ശിക്ഷ വേണോ വധശിക്ഷ വേണോ എന്ന് തീരുമാനിച്ചാ മതി. ആരാ ജയിക്കുന്നത് ആരാ അവസാനിക്കുന്നതെന്നൊക്കെ നീ കണ്ടോ? പിന്നെ മിത്രേ, നീ പോലീസ് ജോലിക്ക് പോവാൻ പോവല്ലേ? ഞാൻ ദേവിയുടെ മുന്നിൽ നിന്ന് ശപിക്കുക, ആ ജോലി നിനക്ക് കിട്ടാതെ പോട്ടെ. പ്ലീസ് അലേമ്മേ, പ്ലീസ് എന്നെയും കൂടി ഒന്ന് ശാപിക്ക്. മീനാക്ഷി ഭസ്മമാവട്ടെ എന്ന്. ശാപം വലിക്കുമെന്ന് ഇപ്പൊ തന്നെ അറിയാലോ. അയ്യേ, ദേ മോളെ, കോമഡി കേട്ട കരയാണോ വേണ്ടത്? സത്യത്തില് ഞാൻ അവരുടെ പ്രകടനം നല്ല ആസ്വദിച്ചാ കണ്ടത്. പാവം, ഇതെന്തോ മാനസിക രോഗ. ചികിത്സ വേണം. നീ വന്നേ, വാ നമുക്ക് പോ. വാ വാ, നടക്ക്. അതുപോലെ വേണം നോക്കാനായിട്ട്. ആ, അവൻ വന്നല്ലോ. ധർമാവാ. ആ, ഇത് ജോസ് ബായ്. ഞങ്ങൾ നിനക്കൊരു കട നോക്കാൻ പോവാ. എന്റെ കയ്യിൽ 1-2 ഉണ്ട്. ഒന്ന് അടുത്ത മാസം ഒഴിയും. ഇപ്പൊ നടത്തുന്ന ആള് നിർത്തി പോവാ. പറ്റുമെങ്കിൽ അത് തന്നെ എടുക്കാം. ആ, ഏതായാലും സാരമില്ല. സംഗതി അടിപൊളിയായിരിക്കണം. രാമപുരത്തെ ഏറ്റവും നല്ല സ്ഥാപനമായിരിക്കണം. ആ ശരി. ഏട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഇങ്ങനെ വെറുതെ നിന്നാലേ നിനക്ക് മടുപ്പ് വരൂടാ. നിനക്ക് നല്ലൊരു കട ഞങ്ങൾ ഇട്ട് തരും. ഞാൻ പറഞ്ഞില്ലേ,
ഇനി ഈ കമ്പനിയിൽ എന്തെങ്കിലും ജോലി തന്നാൽ മതി. കമ്പനിയിൽ നീ ഏത് ജോലി ചെയ്യും? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ നിനക്ക്? എടാ, ചെയ്തു വന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെ മതി. കടയിലെ കാര്യങ്ങൾ നിനക്ക് പച്ചവെള്ളമല്ലേ? ആ ധർമ്മ, അത് മതിയടാ. ആ അമ്മേ, അമ്മ തന്നെ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. കട തുടങ്ങി കൊടുക്കാന്ന് വെച്ചപ്പോ അവൻ നിന്ന് താളം ചവിട്ടുക. അതെ അമ്മേ. എടാ, ഞങ്ങളുടെ കയ്യിൽ കാശിരുന്ന് കളയുന്നോണ്ടല്ല, സ്വന്തം കൂടപ്പുറപ്പ് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയ. ധർമ്മ, അച്യുതം പറയുന്ന നല്ല കാര്യല്ലേടാ. അമ്മേ, നീയും ഒരു നല്ല അവസ്ഥയിൽ എത്തുന്നത് കാണാൻ അമ്മയ്ക്ക് വലിയ ആഗ്രഹ. സമ്മതിക്കടാ. ബാലനും കട നടത്തുന്നു. അപ്പൊ നീയും കട തുടങ്ങിയാൽ ബാലൻ എന്തെങ്കിലും തോന്നുമെന്നാണോ? അവന് തോന്നണം. നല്ലവനായി ഇവനെ കള്ളനാക്കിയ കാട്ടുകള്ളനാവൻ. അവന് തോന്നുക തന്നെ വേണം. ഏട്ടാ, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്തോ. ആ, അപ്പോ കാര്യങ്ങൾ ഉഷാറായി തന്നെ മുന്നോട്ട് പോട്ടെ. ആ അഡ്വാൻസ് ഞങ്ങൾ എത്തിച്ചോളാം. ആ അപ്പോ കടകൾ വരുന്ന മുറയ്ക്ക് ഞാൻ അറിയിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും കൂടെ വന്ന് നോക്കിയാൽ മതി. ആ ശരി എന്നാ. ആ, അമ്പലത്തിൽ പോയവരെത്തിയല്ലോ. നന്ദിതേ, എന്താ നിനക്കൊരു വിഷമം? ഞാൻ പറയാ അനന്തേട്ടാ, അമ്പലത്തിൽ നിന്ന് വരുമ്പോ മിത്രയും മീനാക്ഷിയും കണ്ടു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് നമ്മുടെ ആലോകിനിയാ. എന്തൊക്കെയായാലും അലോകിനെതിരെ കേസ് കൊടുക്കാതെ നോക്കായിരുന്നല്ലോ. അങ്കിളെ, അലോക് എന്റെ സഹോദരനാ. ഇപ്രാവശ്യത്തേക്ക് അവനോടൊന്ന് ക്ഷമിക്കണമെന്ന് പറയായിരുന്നല്ലോ. അപ്പൊ അവളും ദേവമംഗലത്തെ കക്ഷിയായിട്ട് നിന്നു. അതുകൊണ്ട് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. അത് വേണ്ടായിരുന്നു ഏട്ടത്തി. മിത്ര ഒരു പാവുക. എന്തു പാവാണെന്ന് രാജശ്രീ ചോദിച്ച കറക്റ്റ് അല്ലേ? കേസ് കൊടുക്കുന്ന കാര്യത്തിൽ അവൾക്ക് തടസ്സം നിൽക്കായിരുന്നല്ലോ. ദേവമംഗലത്തിന്റെ സന്തോഷവും സമാധാനവും ഒന്നും ഇപ്പൊ എന്റെ വിഷയമല്ല. എന്റെ വീട് കൃഷ്ണമംഗലോ. അവിടെ എന്റെ ഏട്ടന്മാരുടെ കൂടെ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. ആ പണം മോഷ്ടിച്ചത് ആരാണെന്ന് ആദ്യം അറിയട്ടെ. അതിനുശേഷം ദേവമംഗലത്തേക്ക് തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കാം.